ഹായ് വ്യൂവേഴ്സ്, ലെഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടാത്ത സെക്ഷനുകളാണ് ഓരോന്നോരോന്ന് തീർത്ത് വരുന്നത്. അടുത്ത പ്രാവശ്യം വിഷു, ഈസ്റ്റർ, റംസാനൊക്കെ പ്രമാണിച്ചിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും. അപ്പം അതിനു മുമ്പ് നമ്മൾ തൊടാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഏരിയകളിൽ നിന്നും എടുക്കുന്നത് കേട്ടോ. ഇന്ന് കാണിക്കുന്നത് സ്കേർട്ട്, ജീൻസിൻ്റെ കുറച്ച് ടോപ്സ്, പിന്നെ നോർമൽ നമ്മുടെ കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസും ഉണ്ട്. നമുക്ക് ആദ്യം സ്കേർട്ടിന്റെ കളക്ഷൻസിൽ നിന്ന് തുടങ്ങാം. ഇതെല്ലാം ഫ്രീ സൈസിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും സൈസിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ അതിന്റെ പ്രൈസും നിങ്ങൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. ഇതാ ഫസ്റ്റ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. ഇത് അത്യാവശ്യം ഫുൾ ലെങ്ത്തിലേക്ക് വരും. എനിക്ക് ഫുൾ ലെങ്ത് ആണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ 3/4 ആ ലെവലിലായിരിക്കും കേട്ടോ. അത്ര ഉണ്ട് ലെങ്ത് വരുന്നത്. ഇതൊരു റയോൺ മെറ്റീരിയൽ ആണ്. കുറച്ച് സ്മൂത്തി ആയിട്ട് ഇങ്ങനെ ഇഴുകി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബ്ലാക്കിൽ വൈറ്റ് ലൈൻസ് പോയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ഇങ്ങനെ വരും. നമുക്ക് സിമ്പിളായിട്ട് അത്യാവശ്യം ഇടാൻ, നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനാണെങ്കിലും വേണമെങ്കിൽ, അത്യാവശ്യം നമുക്ക് വീട്ടിലിടാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ കുറച്ച് ചെറുത്, അത് ഇച്ചിരി വലിയ ലൈൻസ് ആണ്. ഇത് ഇത്തിരി ചെറിയ ലൈൻസ് ആണ് കേട്ടോ. അതിങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഇവിടം വരെ നമുക്ക് ലൈനിങ് ഉണ്ട്. താഴത്തേക്കാണ് ലൈനിങ് ഇല്ലാത്തത്. അതും ഇതുപോലെ തന്നെ കേട്ടോ. നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പാണ്. നമുക്ക് ഇച്ചിരി കൂടി ഭയങ്കര കംഫർട്ടാണ് ഇടാനായിട്ട്. അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. ഇനി വരുന്നതെല്ലാം ഒരു 3/4 ലെവലിലുള്ളതാണ് കേട്ടോ. ബ്ലാക്കിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നതാണ്. ഇതെങ്ങനെ 3/4 ആണ് കേട്ടോ. ഇതിന് ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ്. നല്ല കട്ടിക്ക് തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ബ്ലൂ കളർ, നേരത്തെ കാണിച്ചത് ബ്ലാക്ക്, അതിന്റെ കരിനീല. എല്ലാതും ലൈനിങ് ഉള്ളതാണ്. ഇതും റയോൺ, കോട്ടണും റയോണും കൂടി മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല വീതിക്കാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. നല്ല നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇടാൻ കംഫർട്ടായിരിക്കും. അടുത്തത് അതിന്റെ മെറൂൺ കളർ. അങ്ങനെ വരും. 3 കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെയുള്ളത് പ്ലെയിൻ ആണ്, പ്ലെയിൻ ബ്ലാക്ക്. അത് ഫുൾ ലെങ്ത്തിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇത് റയോൺ ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. ഫുൾ ലെങ്ത് ആണെന്നേ ഉള്ളൂ. ബ്ലാക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത് വരുന്നത് ഒരു ഹക്കോബ സ്റ്റൈലാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. ഇച്ചിരി കൂടിയ ഐറ്റമാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം എല്ലാത്തിനും നല്ല റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു തോന്നുന്നു. ഇതെങ്ങനെ വരും കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ആഷും ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളറുമാണ്. ഇതിന് ഉള്ളിൽ കുറച്ച് ഭാഗം വരെയാണ് ലൈനിങ് ഉള്ളത്. താഴത്തേക്ക് ലൈനിങ് ഇല്ല. 3/4 ലെങ്ത്തിലാണ് വരുന്നത്. നല്ല കട്ടിയുള്ള ഐറ്റമാണ് കേട്ടോ. നല്ല കനമുണ്ട് ഈ സാധനത്തിന്. ഇതിനകത്ത് ചെറിയ ചെറിയ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹക്കോബ സ്റ്റൈലിൽ വരുന്ന ഒരു ലെവലായതുകൊണ്ടാണ് അങ്ങനെ. ഇത് ഇച്ചിരി ഹെവിയാണ്. ഇതെങ്ങനെ വരും. ഇതും ഒരു തരം ഹക്കോബ പാറ്റേൺ പോലത്തെയാണ് കേട്ടോ. ഒരു നല്ല യെല്ലോ ആണ്. ഇതാണ് ശരിക്കുള്ള യെല്ലോ. അതിനകത്ത് കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പോലെ പോയിട്ടുണ്ട് ഓവറോൾ കേട്ടോ. ഇതും പകുതി വരെയാണ് ലൈനിങ് ഉള്ളത്. പകുതി വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ലൈനിങ് ഇല്ല. ഇത് നല്ല കട്ടിയുള്ളതാണ്. അങ്ങനെ നമുക്ക് കട്ട് വർക്ക് പോലെയുള്ള ഐറ്റം അല്ല. ഓട്ടോ പോലെ വരുന്നില്ല. അങ്ങനെയല്ല,
കാരണം കുഴപ്പമില്ല, നമുക്ക് ഇടാൻ പറ്റും ലൈനിങ് ഇല്ലെങ്കിലും, കാരണം അത്ര ഹെവിയാണ് ഐറ്റം. ഇനി വരുന്നത് ജോർജറ്റിൽ നമുക്ക് ഹീറ്റഡ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. അതും ഇതാ ഈ ഒരു ലെവലിലാണ് ലെങ്ത് വരിക കേട്ടോ. നല്ല വിരിവുണ്ടാവും. ഉള്ളില് അതിന്റെ ലൈനിങ് ഉണ്ട്, ഇതിന് ലൈനിങ് ഉണ്ട് എല്ലാതും. ഇതൊരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഇലാസ്റ്റിക് ഒക്കെയാണ്, നല്ല വിരിവുള്ളതാണ് കേട്ടോ. ടീൽ ബ്ലൂ, അതിന്റെ തന്നെ മെറൂൺ. അതങ്ങനെ വിരിവ് എന്ന് പറഞ്ഞാൽ നല്ല വിരിവാണ്, അതിങ്ങനെ നല്ല ഭംഗിക്ക് ഇട്ടിരിക്കുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് കേട്ടോ. അടുത്തത് അതേ സ്കേർട്ടില് ജോർജറ്റിൽ തന്നെ ഹീറ്റഡ് പ്ലീറ്റഡ് ആണ്, പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ള ടൈപ്പാണ് കേട്ടോ. നേരത്തെ കാണിച്ച പ്ലെയിനേക്കാൾ ഒരു കുറച്ചും കൂടി ലെങ്ത് കൂടുതലുണ്ട് ഇതിന്. കറക്റ്റ് ഇതിന്റെ ലെങ്ത് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇതൊരു മെറൂൺ കളറിലാണ്, മെറൂണിൽ ഒരു ചെറിയ വൈറ്റ് ചേർന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ്, നല്ല രസമുള്ളതാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള സ്കേർട്ട്സ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. ഇനി ഷർട്ടാണ്. ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരൊറ്റ കളറിൽ. ഇത് എല്ലാണ് സൈസ്. നോർമൽ കുർത്തിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എം എടുക്കുന്നവർക്കാണ് എല്ല് ഫിറ്റ് ആവുക, കാരണം നമ്മൾ കുർത്തി അങ്ങനെ ഇടുന്ന ഒരു മെഷർമെന്റ് അല്ല ഷർട്ടിന് കേട്ടോ. എല്ല് എടുക്കുമ്പോഴാണ് 38 വരുള്ളൂ. ചിലര് നമ്മൾ ഷർട്ട് നല്ല ഷേപ്പിലാണല്ലോ ഇടുക, കുർത്തി പോലെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇതിൽ എല്ലെന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇതിൽ കാണുന്ന ഒരു കളർ, ആ ഒരു കളറാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ എക്സാക്ട് കളർ ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു ടൈപ്പ് കളറാണ്. കോളർ ടൈപ്പ് ആണ്, നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി ഇതിങ്ങനെ ഒരു ടൈപ്പ് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ. കംപ്ലീറ്റ് ടൈപ്പ് വരുന്ന ഒരു മെറ്റീരിയൽ ഇല്ലേ, ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. സ്ട്രെച്ചബിൾ ആണ്, ഫ്രീ സൈസ് ആണ്. ഇന്ന സൈസ് ഒന്നും ഇല്ല, നമ്മൾ ഇടുന്നതിനനുസരിച്ചിരിക്കും. ഒരു എല്ല് വരെയുള്ളവർക്കൊക്കെ ഇടാം, അത്രേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഇറുകിയിരിക്കണ പോലെ ആയിരിക്കും. ഓക്കെ, അതിന്റെ തന്നെ അതൊരു ബ്ലാക്ക് ആണ്, ഇതൊരു ബ്രൗൺ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് ഇട്ട് കഴിഞ്ഞാ. അടുത്തത് വരുന്നത് ജീൻസിന്റെ തന്നെ ടോപ്പ്, ഒരു ഇച്ചിരി കൂടി മോഡേൺ ടൈപ്പിൽ വരുന്ന ടോപ്പാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇവിടെ കുറച്ച് ബട്ടണൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതൊരു ഷേപ്പിൽ നിൽക്കുക. ഒരു സ്ലീവ്, അതിന്റെ സ്ലീവ് ഉണ്ട്, അതിങ്ങനെ ഒരു പാറ്റേൺ ആണ്. നന്നായി ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ വന്നിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇത് അതിൻ്റെ തന്നെ ഒരു ആഷ് കളർ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ജീൻസിന്റെ കൂടെയോ സ്കേർട്ടിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലൈറ്റ് ഗ്രീൻ. അടുത്ത് വന്നിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പോലെ, ഓറഞ്ചും അല്ല ഒരു ബ്രൗണും അല്ലാത്ത ഒരു കളറാണ്. അല്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺ കൊടുത്ത് ഇവിടെയാണ് ഒന്ന് ടൈറ്റ് ആക്കിയേക്കണം. മൊത്തത്തിൽ ഇതൊരു ലൂസ് ടൈപ്പ് ആണ്. ഇങ്ങനെ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കുർത്തിയുടെ മാതിരി ഒരു ഷോൾഡർ പിടിച്ചിട്ടുള്ള ടൈപ്പ് അല്ല. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേണ്ട, നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം ആണ്.
ഇത് ജോർജറ്റിൽ വരുന്നതാണ്. ഇതും ഒരു ഗ്രീനിന്റെ വേർഷനിൽ വരുന്നതാണ് കേട്ടോ. ഇത് സൈസ് വന്നിട്ട് എക്സൽ ആണ്. ഇത് നമുക്ക് ടോപ്പുകളെല്ലാം നമ്മുടെ നോർമൽ കുർത്തിയുടെ എക്സൽ സൈസ് ആണെന്ന് വിചാരിക്കരുത്. ഒരു സൈസ് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അത് നോക്കി പ്രതീക്ഷിച്ചിട്ട് വേണം എടുക്കാൻ. ഇതൊരു ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ. ഇതങ്ങനെ വരും. ഇത് ഈ ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഏറ്റവും വരെയുള്ള ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കോട്ടൺ മിക്സ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ്. കരിനീലയാണ് കളർ വരുന്നത്. ഓക്കെ, ഇത് ഡബിൾ എക്സൽ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും കിഡ്സിന് പറ്റിയൊരു ട്രെൻഡി ടൈപ്പ് കളക്ഷൻ ആണ് കേട്ടോ. നല്ല രസമുള്ള മെറ്റീരിയൽ ആണ്. നല്ലൊരു കോസ്റ്റ്ലി ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിന്റെ സ്ലീവ് വരുന്നുണ്ട്. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത് സ്ലീവ്. ഒരു പ്രത്യേകത ഉണ്ട് സ്ലീവിന്. നോർമൽ നമ്മുടെ സ്ലീവ് പോലെയല്ല. ഇങ്ങനെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നൊരു സ്റ്റിച്ചിങ് പോലെ കൊടുത്തൊരു ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്റ്റാൻഡേർഡ് ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല റേറ്റും ആണ്. ഇതൊരു ആഷ് കളറാണ്. അടുത്ത് വന്നിട്ടുള്ള അതിന്റെ ഒരു നേവി ബ്ലൂ. ഇതിൻ്റെ ഉള്ളില് നല്ല കട്ടിക്കാണ് കേട്ടോ. മെറ്റീരിയലിന്റെ ഉള്ളിൽ ലൈനിങ്ങും ഉണ്ട്. സെപ്പറേറ്റ് ലൈനിങ്ങും കൂടി കൊടുത്ത് നല്ല അടിപൊളി ഐറ്റമാണ്. അടുത്തത് ഇതെല്ലാം എൽ സൈസ് എന്നാണ് എഴുതിയേക്കണേ കേട്ടോ. കിഡ്സുകാർക്ക് ക്രോപ്പ് ടോപ്പ് പോലെ കിഡ്സ് എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ട്രെൻഡി ആയിട്ട് ഇടുന്ന ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലൊരു ലാവണ്ടർ ടു പർപ്പിൾ ആ ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിന്റെ കളറാണ്. ഇതും ഈ പറഞ്ഞ മാതിരി എല്ലാ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പിന്റെ ജീൻസിന്റെ ഇച്ചിരി അതിന്റെ ലെങ്ത് വരുന്നതാണ്. ഇത്രയാണ് ലെങ്ത് വരും. ഞാനിപ്പോ ഇതിന് ഇട്ടിരിക്കുന്നത് പലാസോ ആണ് ഇട്ടിരിക്കുന്നത്. ജീൻസിന്റെ കൂടെയോ സ്കേർട്ടിന്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും. നല്ല മെറ്റീരിയൽ ആണ്. വെസ്റ്റേൺ വെയർ ആണ് വരുന്നത് കേട്ടോ. ഇതും ഫ്രീ സൈസ് ആണ്. ഇതൊരു പിങ്ക് കളറാണ്, ലൈറ്റ് പിങ്ക് കളർ. ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലൂ ആണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത്ര ലെങ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ടോപ്പുകളുടെ സെക്ഷൻ തീർന്നു. ഇനി കുറച്ച് ജീൻസ് ആണ്. അത് എല്ലാ സൈസും ഇല്ല. നമ്മൾ ഒരിക്കൽ കാണിച്ചതിന്റെ കുറച്ച് പീസസ് ആണ്. ഇങ്ങനെ കുറച്ച് കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ജീൻസ്. കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള സൈസ് വരുന്നത് 28 ആണ് കേട്ടോ. ഇതൊരു ജോഗർ ടൈപ്പ് ആണ്. കണ്ടോ, ഇലാസ്റ്റിക് പോലെ കൊടുത്ത് ഇങ്ങനെ. ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇവിടെയൊക്കെ പോക്കറ്റ് ഉണ്ട്. താഴെയും ഇലാസ്റ്റിക്. അറിയാലോ, ജോഗർ ടൈപ്പ് ആണ്. ഇത് ഫ്രീ സൈസ് പോലെ യൂസ് ചെയ്യാൻ നമുക്ക്. ഇതിൽ ഡബിൾ എക്സൽ എന്നാണ് സൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫ്രീ സൈസ് പോലെയാണ്. ഇനി ഭയങ്കര വണ്ണമുള്ളവര് അങ്ങനെ എടുത്ത് ടൈറ്റ് ആക്കണം എന്നെനിക്കില്ല. ഇതില് ഡബിൾ എക്സൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവര്. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലെങ്ത് വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇതൊരു 6 ബട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ സൈസ് 28 ആണ്. ഒരു ആഷ് കളറിൽ വരുന്ന ടൈപ്പിൽ വരുന്ന ജീൻസ് ആണ് കേട്ടോ.
നോർമൽ നമ്മുടെ ജീൻസ് ആണ്. ഇതിന്റെ സൈസ് ഇതിൽ കാണുന്നില്ല, ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ ഇടുന്ന തരത്തിലുള്ള ജീൻസ്. ഇതാണ് കളർ, ഒരു ഡാർക്ക് ബ്ലൂ പോലത്തെ കളർ കേട്ടോ. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് പാന്റിലും കാണിക്കാനുള്ളത്. ഇനിയുള്ളത് നമുക്ക് ഈ കുർത്തികളുടെ സെക്ഷൻ ആണ്. അതിൽ കുറച്ച് മെറ്റീരിയൽസ് വരുന്നുണ്ട്. നോർമൽ നമ്മുടെ ഈ പറയുന്ന കുർത്താസ് വരുന്നുണ്ട്, ടോപ്പ് ബോട്ടം വരുന്നതുണ്ട്. അതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, ടോപ്പ് ബോട്ടം ഒക്കെ വരുന്നത്. എല്ലാം നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് കാണാം. മെറ്റീരിയൽസിൽ ആദ്യം കാണിക്കുന്നത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ കളറും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതാണ് നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയൽ ടോപ്പിന്റെ ഇത് വരുന്നത് യെല്ലോ. അതിന്റെ തന്നെ ബോട്ടം. ഇത് രണ്ടും കൂടി വരുന്ന ടൈപ്പില് കോട്ടന്റെ തന്നെ ഷാള്. ഇങ്ങനെയാണ് ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽസില് പ്യുർ കോട്ടൺ, യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ. നല്ല രസമുള്ള ഐറ്റം ആണ് കേട്ടോ. അതിന്റെ തന്നെ കളേഴ്സ് വ്യത്യാസപ്പെടുത്തി ചെറിയ ചെറിയ പ്രിന്റുകളിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊരു എന്താ പറയാ, നല്ല മുന്തിരി കളറാണ് ഇത് വരുന്നത്. അതിനകത്ത് വരുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാണ്. ഷാള് വരുന്നത് അത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ലെവലിലാണ്. ഇങ്ങനെ വരും. ഇതിനൊന്നും അധികം പ്രൈസ് വരുന്നില്ല, നല്ല കളക്ഷൻ ആണ് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു മെറൂണും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ. മെറൂൺ ടോപ്പ് ഇതാ ഇങ്ങനെ വരും. മെറൂണും ഓറഞ്ചും കൂടിയുള്ളതാണ്. ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഷാള്. ഷാളിന് അതിൻ്റെ ഉള്ളില് ആ ഒരു ഇതുണ്ടോ, ഇതാ രണ്ടും കൂടി ചേർന്നാണ് ഷാള് വരുന്നത്. അപ്പം മെറൂണും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ. ഇനി അതിൽ വരുന്നത് റെഡും ബ്ലാക്കും കൂടിയുള്ളതാണ് കേട്ടോ. ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതാണ് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ വരും. സിമ്പിളായിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ. ഭയങ്കര ഹൈ കോട്ടൺ മെറ്റീരിയൽ അല്ല, നമുക്ക് നോർമൽ യൂസിന് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ വരുന്ന സെറ്റാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ഇത്രയാണ് ഇങ്ങനത്തെ കോട്ടണിൽ വരുന്ന കളക്ഷൻ. ഇനിയുള്ളത് നമ്മുടെ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും. ടിഷ്യൂല് വരുന്നൊരു ഐറ്റം ആണ്. ലൈനിങ് അല്ല, ഇതതിൻ്റെ ലൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടോ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ വിഷു ഒക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ടിഷ്യൂ ആണ്, പ്രോപ്പർ ടിഷ്യൂ മെറ്റീരിയലിലാണ് വരുന്നത്. ഇവിടെയൊക്കെ ലൈറ്റ് ആയിട്ടാണ് ആ ഒരു പൂവിന്റെ ഡിസൈൻ പോയിട്ടുള്ളത്. ഇവിടെ ഇത് നമ്മുടെ ആ ഒരു യോക്കിന്റെ ഭാഗം. ഇതാണ് ഓർഗൻസയിലാണ് ഷാള് വരുന്നത്. ഷാളും നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഷാളാണ് കേട്ടോ. എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ബോർഡറിൽ വർക്ക് കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. ടിഷ്യൂലാണ് മെറ്റീരിയൽ. ഷാള് വരുന്നത് ഓർഗൻസയാണ്. ഇങ്ങനെ വരും കേട്ടോ സെറ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു പീസൊക്കെ ഉള്ളൂ എല്ലാതും.
അപ്പോൾ വീഡിയോ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും വേഗം വേഗം ഓർഡർ എടുക്കാം കേട്ടോ. ഇത് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയലിലാണ് കേട്ടോ. ജോർജറ്റിൽ ആണ് ഇതിന്റെ ടോപ്പ് വശം സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. ഇതങ്ങനെ വരും. സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. താഴ്ഭാഗം നല്ല രസമാണ്. ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതങ്ങനെ വരും. പുറകിലേക്ക് പ്ലെയിൻ ആയിരിക്കും കേട്ടോ. ഫ്രണ്ടിലാണ് വർക്ക് ഉള്ളത്. പിന്നെ അതിന് ലൈനിങ്ങിനും ബോട്ടത്തിനും ഉള്ള മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. സാൻഡൂണിന്റെ ആണ് ബോട്ടം വരുന്നത്. ഷാള് നല്ല ഷാളാണ് കേട്ടോ. നിറയെ എംബ്രോയിഡറി വർക്കും അതേമാതിരി തന്നെ എല്ലാ ബോർഡറിലും വർക്കൊക്കെ കൊടുത്തിട്ടാണ്. കണ്ടോ, നല്ല രസമുണ്ട് ഷാള് കാണാൻ. ഇതൊരു പ്രത്യേക കളറാണ്. ചാണകപ്പച്ച പോലത്തെ ഒരു പച്ച, അതാണ് കേട്ടോ വരുന്നത്. ഓവറോൾ ഇതുമ്മ കണ്ടോ ഇങ്ങനെ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡറുകളിൽ നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൂ പോലെ. ഇങ്ങനെ വരും. അത്യാവശ്യം നമുക്ക് രണ്ട് സൈഡിൽ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ലെങ്ത് വരും കേട്ടോ. ഒരു 2.25 ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇതൊരു ചാണകപ്പച്ച പോലത്തെ, ഇതൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ. സെയിം ആണ് ഐറ്റം, സെയിം മെറ്റീരിയൽ, സെയിം ഷോള്, എല്ലാം സെയിം ആണ്. സാൻഡൂണിന്റെ ബോട്ടം, കളർ മാത്രമാണ് വ്യത്യാസം. കോഫി ഷെയ്ഡാണ്, നല്ല കളറാണ് എല്ലാതും. ഇനി ഒരു ഓർഗൻസയാണ് കേട്ടോ. ഓർഗൻസ ടൈപ്പ് ആണ്. ഇതിന് ബോട്ടത്തിനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ വരും. ഇതിന്റെ താഴത്തേക്ക് കണ്ടോ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്കിന്റെ ഏരിയ വരുന്നത്. ഇതാണ് ഷാള്. പ്രിന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് പോലെ വരുന്ന നല്ലൊരു ഷാളാണ്. അതിന് ഇതുപോലെ തന്നെ ഒരു ബോർഡർ വർക്കൊക്കെ കൊടുത്ത് രണ്ട് സൈഡിലും ഉണ്ട് ഇതുപോലെ. ഫുൾ പ്രിന്റഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട്. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ. ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വടി പോലെ നിൽക്കണ ഓർഗൻസ് അല്ല, നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഓർഗൻസിയാണ്. ഇങ്ങനെ വരും. അത്യാവശ്യം നമുക്കൊരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന ലെവലിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിരിക്കും കാണാൻ. ഓക്കെ, ഇതൊരു ഗ്രീനിലേക്ക് ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇത്. ഇതിന്റെ തന്നെ വേറൊരു കളർ വരുന്നത് ഒരു ആഷ് കളറാണ്. ഇതിന്റെ കണ്ട താഴ്ഭാഗത്ത് ഇത് എങ്ങനെയാണ് കേട്ടോ, ഏറ്റവും താഴ്ഭാഗം ഇത് ഒരു ആഷ് കളറാണ്. ഓക്കെ, രണ്ടും ഒരേ പാറ്റേൺ, കളർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അടുത്ത് വരുന്നത് ഓർഗൻസയിലാണ് കേട്ടോ. ഓർഗൻസയില് നല്ല രസത്തില് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ്. ഇതെങ്ങനെ വരും, നല്ല ഹെവി ആയിട്ട് ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ഇത് വരുന്നത്. ഇതിന്റെ വൺ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഷാളില് ഈ സെയിം ബീഡ്സ് വർക്ക്, കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ വരും. ഓർഗൻസ സെയിം തന്നെയാണ് ഷാളും വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ല ഹെവി ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരൊറ്റ കളർ മാത്രമാണ് ആ പാറ്റേണിൽ വരുന്നുള്ളൂ.
പിന്നെ ഇനി വരുന്നത് ഓർഗൻ വിചിത്ര സിൽക്കിൽ തന്നെയാണ്. വിചിത്ര സിൽക്കിൽ ഇങ്ങനെ വരും. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ നമ്മുടെ യോക്ക് ഏരിയ നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ട്. കോപ്പറിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെ ബോർഡർ വർക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ ഷാളും നല്ല വർക്കോട് കൂടിയാണ് ഓർഗൻസയിൽ വരുന്നത്. ഒരു സൈഡിലേക്കാണ് ഷാളിന്റെ വർക്ക് വരുന്നത് കേട്ടോ. അതെങ്ങനെ വരും. ഈ അറ്റത്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. ഒരു സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ട്. ഇതിന്റെ സാൻഡൂണാണ് ബോട്ടം. നല്ല രസമുള്ളതാണ് കേട്ടോ. നല്ലൊരു കളറാണ്. ഒരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ടൈപ്പാണ്. എക്സാക്ട് ഇതിൽ കാണുന്ന പോലെ അത്ര ഗ്ലേസി അല്ല കേട്ടോ. ഇതൊരു ലൈറ്റിന്റെ എഫക്റ്റിൽ ഗ്ലേസിയും ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ട് തോന്നുന്നതാണ്. ഒരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള പോലത്തെ കളറാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ പാറ്റേണിൽ തന്നെ വേറെ ചെറിയ പ്രിന്റിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരും. നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു കളറാണ്. അതിന്റെയും ഷാൾ ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടാണ് ഷാളിന് വർക്ക് കൊടുത്തേക്കണണ്ട. സാൻഡൂണിന്റെ തന്നെ ബോട്ടം കേട്ടോ. കണ്ടോ, നല്ല കോപ്പർ വർക്ക് തന്നെയാണ് കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയുടെ എഫക്റ്റിൽ അങ്ങനെ ശരിക്കും മനസ്സിലാവുണ്ടാവില്ല. നല്ല റൈറ്റാണ്. അടുത്ത് വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ. ഇതിലും എല്ലാത്തിലും സാൻഡൂണിന്റെ ബോട്ടം കൊടുത്തിട്ടുണ്ട്. ചിലതിലൊക്കെ ലൈനിങ്ങിനുള്ള തുണി അടക്കമുണ്ട് കേട്ടോ. ഇത്രയും വരുന്നുണ്ട്. കോപ്പറിന്റെ വർക്കാണ് ഇതിലും കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള കോപ്പർ സീക്വൻസ് വർക്ക് ഉണ്ട്. ഇത് കണ്ടിട്ട് നമുക്കൊരു നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഷാളും അതെ നല്ല ഹെവി ആണ് കേട്ടോ. ഇതങ്ങനെ വരും. വേണ്ട, രണ്ട് സൈഡിലേക്കും ഉണ്ട്. നല്ല ഹെവിയാണ്. നമുക്ക് നല്ല പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് വലുത്. ഈ സൈഡാണ് ഇവിടെ വരേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാട്ടെ. ഇത് ചെറുതാണ്. ഇവിടുത്തെ വർക്കാണ് ഇങ്ങനെ. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് വൈൻ അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കളറാണ്. ഇതിൽ തന്നെ വേറെ രണ്ട് കളേഴ്സ് ഉള്ളത്. ഒന്ന് നല്ല ഗ്രീൻ കളറാണ്, ഒന്ന് റെഡ് കളറാണ്. റെഡ്, ഗ്രീന്, വൈൻ, ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ നോർമൽ കുർത്തി കളക്ഷൻ ആണ്, അതും കൂടി കാണാം. അടുത്തത് വരുന്നത് നമ്മുടെ കുർത്തി കളക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ടോപ്പ് ബോട്ടം ഷാൾ വരുന്ന സെറ്റ് ആണ്. ഇത് ഒരൊറ്റ പീസ് എം സൈസ് മാത്രമാണ് ഉള്ളത് കേട്ടോ. നല്ല ഹെവി ആയിട്ട് ഇവിടെ ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ വരും. ഒരു എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ. നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടന്റെ തന്നെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. പ്യോർ കോട്ടൺ നമുക്ക് പറയാൻ പറ്റില്ല. കോട്ടൺ മിക്സ് ആണ്. എന്നാലും ഓൾമോസ്റ്റ് കോട്ടന്റെ പ്രോപ്പർട്ടീസ് ആണ് കൂടുതൽ വരുന്നത്. നല്ല രസമുള്ള ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇലാസ്റ്റിക് ടൈപ്പ് ആണ്. നമ്മുടെ ഈ യോക്കിന്റെ സെയിം ഇതാണ് ബോട്ടത്തിൽ വരുന്നത്. ആ പാറ്റേണുമായി മാച്ച് ആവുന്ന തരത്തിലുള്ള ഷാളും കോട്ടന്റെ തന്നെ മൽമല്ല് പോലത്തെ വരുന്ന ഷാളാണ് കേട്ടോ. ഇങ്ങനെ വരും ഷാള്. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷാളാണ് കേട്ടോ. താഴെ വേണ്ട വർക്ക് ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും. എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പ് ബോട്ടം ഷാളാണ്. അടുത്തത്
ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇതങ്ങനെ വരും. ഇതണ്ട, ഇവിടെ ഹാൻഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഗ്രീനും മെറൂണും കൂടിയുള്ള കോമ്പിനേഷൻ. സ്ലിറ്റഡ് ആണ്. ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ്. ഇങ്ങനെ വരും കേട്ടോ. ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. പുറകു വശം ഇങ്ങനെയാ വരുന്നത്. അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ വരും. ഇതൊരു എന്താ പറയാ, നമ്മുടെ നൈറ കട്ട് പോലെയാണ്. ഇവിടെ നിന്നാണ് തുടങ്ങണ കട്ട്. ഇച്ചിരി കേറിയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ വരും. നല്ലൊരു പിങ്കിന്റെ ഒരു വേർഷനിൽ വരുന്ന കളറാണ്. വിത്തൗട്ട് ലൈനിങ്ങാ വരുന്നത് കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുറകുവശം ഇങ്ങനെ തന്നെ. ഇവിടെ കുറച്ച് ഫ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ. സ്ലിറ്റഡ് ആണ്, നൈറ കട്ടിൽ വരുന്നതാണ്. അതിന്റെ തന്നെ ബോട്ടം. അടുത്തത് വരുന്നത് പാനൽ കട്ടാണ്. ഒരു ഗ്രീനും മെറൂണും കൂടിയുള്ള കോമ്പിനേഷൻ ആണ്. 12 പാനൽസ് അടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു പാനല്, ഇവിടെ ഒരു പാനല്, അങ്ങനെ വരും. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. മിറർ വർക്കും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതാ ഇങ്ങനെയാണ്. ഒരു ബ്ലാക്കും മെറൂണും കൂടിയുള്ള കോമ്പിനേഷൻ ആണ്. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കോളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പഫ് സ്ലീവ് ആണ് വരുന്നത്. ഷോർട്ടാണ് കേട്ടോ. ഇത് കോട്ടണും, ഈ മെറൂൺ ഭാഗം കോട്ടണും, താഴെ ഉള്ളത് ജോർജറ്റ് ആണ് വരുന്നത്. എന്നിട്ട് താഴത്തേക്ക് ഒരു ഇച്ചിരി ഭാഗം ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രോക്ക് ടൈപ്പ് ആണ്. ഉള്ളില് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. അടുത്തത് വരുന്നത് ഒരു വെസ്റ്റേൺ ടൈപ്പ് ആണ്. ഇതാ ഇങ്ങനെ വരും. കട്ട് വർക്കാണ് സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇമ്പോർട്ടഡ് ആണ് സാധനം, നാടനല്ല. പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വുഡൻ ബട്ടൺ കൊടുത്തിട്ടുള്ള സ്റ്റൈലിലാണ് പോയിട്ടുള്ളത്. എന്നിട്ട് ഫ്രണ്ടിൽ ചെറിയ ഓപ്പൺ ആണ് കേട്ടോ. എന്നാൽ ഇത് സ്ലിറ്റഡ് ആണ് താനും. കണ്ടാൽ ഒരു എ ലൈൻ സ്ട്രക്ചറിലാണ് ഇരിക്കണേ. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണിത്. അടുത്തത് വരുന്നത് ഇതാ ഒരു ബ്ലാക്കും മെറൂൺ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ പിൻടെക്സുകൾ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിലും എക്സാക്റ്റ് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് വരുന്നത്. എ ലൈനിലാണ് വരുന്നത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. റയോൺ ആണ് മെറ്റീരിയൽ. ഇച്ചിരി കട്ടിയുള്ള റയോൺ ആണ് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു ഓർഗൻസയാണ്. ഓർഗൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്റ്റിഫായി നിൽക്കുന്ന ഓർഗൻസ അല്ല. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് നല്ല റേറ്റ് ആണ്. ഇവിടെ കുറച്ച് പോട്ട്ലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഇതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്.
ഒരുപാട് ട്രെൻഡി ആയിട്ട് നമ്മൾ നല്ലോണം ഇറക്കിയ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതെങ്ങനെ വരും, വയറൊക്കെ ആയി തുടങ്ങിട്ടോ, 6 മാസമായി. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഒക്കെ ഉണ്ട്. നല്ല റേറ്റും ആണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വരുന്ന ഐറ്റംസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ക്രിസ്ത്യൻസ് ഈസ്റ്ററിന് ബ്ലാക്കും വൈറ്റും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റർ കളക്ഷനും വിഷു കളക്ഷൻസും ഒക്കെ കൊണ്ടുവരുന്നതാണ്. അടുത്ത വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിടാനോ അല്ലെങ്കിൽ അത്യാവശ്യം അടുത്തേക്കൊക്കെ പോകാൻ പറ്റും, ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല രസമുള്ള ഒരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു കളക്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL മാത്രമാണ് സൈസ് കേട്ടോ. ഇതിന്റെ ലെങ്ത് നോർമലിനേക്കാളും കുറച്ച് കുറവായിരിക്കും. ഇതാണ് ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓറഞ്ചും പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കത് ഓർത്ത് വെക്കാൻ പറ്റില്ല. എല്ലാതും സ്ക്രീനിൽ ഉണ്ടാവും. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഇതൊരു ബാന്തിനി പ്രിന്റ് പോലെയാണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. പുറകുവശം പ്ലീറ്റ്സ് ഒന്നുമില്ല, നോർമലാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. റയോൺ ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ല കട്ടിയുള്ളതാണ്. ലൈനിങ്ങിന്റെ യാതൊരു ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ്. സ്ലീവിന്റെ എൻഡിലും അതേപോലെ ആ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്ത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ. സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഫ്രണ്ട് പോർഷനിൽ ഇതാ ഇങ്ങനെ സീക്വൻസ് വർക്ക് കൊടുത്ത് താഴത്തേക്ക് ഒരു ബോർഡർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുണ്ട്. നമുക്കറിയാലോ റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഉള്ളില് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിൻ ആണ്. ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡും ഉണ്ട്. ഒരു റെഡിഷ് മെറൂൺ, ഡാർക്ക് മെറൂൺ അല്ല, ഒരു റെഡിൽ നിന്ന് മെറൂണിലേക്ക് പോണ പോലത്തെ ഒരു കളർ കേട്ടോ. റെഡും അല്ല അന്ന് എക്സാക്റ്റ്. ഓക്കെ, അടുത്ത് വരുന്നത് ഒരു കോട്ടൺ ആണ്. ഇങ്ങനെ വരും, ഒരു കോളർ നെക്ക് പോലെയാണ്. ഇവിടെ ഒരു പാച്ച് വർക്ക്, താഴെ ചെറിയ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ്. കാന്ത ലൈൻസ് ഓവറോൾ പോയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഫുൾ കാന്ത ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ. അതിക്കൂടെ നല്ലൊരു ഗ്രീൻ കളറാണ്, ഒരു പ്രത്യേക തരം ഗ്രീൻ ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. പുറകുവശം ഫുള്ളും ആ പ്രിന്റ് ആണ് കേട്ടോ, കുഞ്ഞ പ്രിന്റ് ആണ്. അടുത്ത് വരുന്നത് ഇങ്ങനെ ഒരു ഫ്രോക്കാണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു ലെമൺ യെല്ലോ കളറാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ പ്രിന്റ്, ഇവിടെ ഇങ്ങനെ ഒരു വലിയ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു പഫ് സ്ലീവ് ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇതിന്റെ വേറൊരു പ്രിന്റ് ഡിസ്കൗണ്ട് സെല്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്. രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ്. പിന്നെ പുറമെ ഇതിനുള്ളിൽ കോട്ടന്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം എന്താ ഇങ്ങനെ വരും. അടുത്ത് വരുന്നത് ഇതും ഒരു ഫ്രോക്കാണ്. പഫ് സ്ലീവ് ആണ്. ഇത് ഗ്രീനും ഒരു ഓറഞ്ചും കൂടിയാണ് ഇതിൽ കളർ വരുന്നത്. ഇനിയുള്ളത് വേറൊരു ആഷ് വരുന്നതാണ്. ഇതിനകത്ത്
ഗ്രീനിന് പകരം ആഷ് കളറാണ്, 2 കളറിലാണ് വരുന്നത് കേട്ടോ. സൈസ് നോക്കി മേടിക്കുക. ഫ്രോക്കാണ്, ജോർജറ്റ് മെറ്റീരിയലാണ്, ലൈനിങ്ങോട് കൂടിയ വരുന്നത്. പുറകുവശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പുറകുവശത്തും അങ്ങനെ തന്നെയാണ്. താഴെ കുറച്ച് ഫ്രോക്കിന്റെ ടൈപ്പിൽ അറിയാലോ, ഒരു ഇത്തിരി ലെങ്ങില് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഒരു കോട്ടൺ, ഇതങ്ങനെ വരും. ഇവിടെ ഒരു വർക്ക്, ഇങ്ങനെ ഒരു പ്രിന്റ്, കോളർ നെക്കാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാ ഒരു കോട്ട് പോലെ എന്നാൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഒരു വർക്കിന്റെ ചെറിയ പ്രിന്റ് ആണ് ഉള്ളിൽ പോയിട്ടുള്ളത്. റിവേഴ്സ് ഇങ്ങനെയാ വരുന്നത്. ഉള്ളിൽ മാത്രമാണ് ആ ഒരു പ്രിന്റ് വരുന്നത്. കോട്ടൺ ആണ്, ഉള്ളിൽ വേറെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പില് പാനൽ കട്ടാണ് കേട്ടോ. ഫ്രോക്ക് ടൈപ്പില് പാനൽ ടൈപ്പ് കട്ട് വരുന്നതാണ്. സാധാരണ പാനൽ കട്ടിന് നമുക്ക് 3/4 ആണ് വരാറ്. ഇതിന്റെ സ്ലീവ് എന്താ പറയാ, പഫ് സ്ലീവ് ആണ്. ഇവിടെ ഹാൻഡ് വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം ഫുൾ ആ പ്രിന്റ് ആണ് കേട്ടോ. വീഡിയോക്ക് ഇന്ന് നല്ല ലെങ്ത് ഉണ്ടാവും. ഇത്ര ഐറ്റംസ് കാണിച്ചു പോണ കാരണമാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു 3 പാനൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇവിടെ ഒരു പാനല്, ഇവിടെ ഒരു പാനല്, ഇവിടെ ഒരു പാനൽ കണ്ട. ഇതിന്റെ നടുക്കലത്തെ പ്രിന്റ് വ്യത്യാസമുണ്ട്. സൈഡിലും വേറെ വേറെയാണ്. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. കോട്ടൺ ആണ് ഇത് വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ബഡ്ജറ്റ് ബൈയിൽ വരുന്ന കളക്ഷൻ ആണ്. ഒരു ആഷ് കളർ. എന്നിട്ട് ഇവിടെ കുറച്ച് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്ത് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഇടാൻ നല്ലതായിരിക്കും. താഴെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ലൈൻ പോലുള്ളതാണ് പുറകില് ഓവറോൾ വരുന്നത് കേട്ടോ. നടുക്കില് മാത്രമാണ് വേറൊരു പ്രിന്റ് ഈ സ്ലീവിലും. അടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റയോൺ കുർത്തിയാണ്. 6 ആക്ക് പാറ്റേൺ. എന്നിട്ട് ഇവിടെ വേറൊരു പ്രിന്റ് കൊടുത്തേക്കാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകില് ഫുള്ളും ആ ഒരു 6 ആക്ക് പാറ്റേൺ ആണ്. സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ. അത് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അടുത്ത് വരുന്നതും ഇതെങ്ങനെ ഒരു എലൈൻ സ്ട്രക്ചറിലാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് ഇവിടെ ഇല്ല. ഈ 2 സൈഡിലും ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് ഫ്ലീറ്റ്സ് ഇല്ല, പുറകില് ഫ്ലീറ്റ്സ് ഇല്ല. പുറകിലിന്റെയും ഈ 2 സൈഡിലും ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം പ്ലെയിൻ ആണ്. അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ്. നേവി ബ്ലൂവും മെറൂൺ ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഈ സമയത്ത് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ പോകണ്ടോ, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ്, ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ ചോദിച്ചിട്ട് ഓർഡർ എടുക്കുക. നമുക്ക് ഡിസ്കൗണ്ട് സെയിലിന് റിട്ടേൺ പോളിസി ഇല്ല. കാരണം നമ്മൾ കയ്യിൽ നിന്ന് റേറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ആകുമ്പോൾ നമുക്ക് അതുമേയും പിന്നെയും ലോസ് ആണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളോട് സഹകരിക്കുക.
വേണമെന്നുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കൂട്ടത്തിൽ സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. നമ്മളൊരു ഷോപ്പ് തുറന്നിരിക്കുന്ന ഒരു ടൈം വരെയാണ് നമ്മൾ എൻക്വയറീസ് എടുക്കുക. പിന്നെ പിറ്റേ ദിവസം ആയിരിക്കും ബാലൻസ് ഉള്ള എൻക്വയറീസ് എടുക്കുക. നിങ്ങൾ റിപ്ലൈ കിട്ടിയില്ല എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കണ്ട. അയക്കും തോറും മെസ്സേജ് മേലോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വന്നതിനനുസരിച്ച് താഴത്തുനിന്ന് നോക്കി നോക്കി വരികയാണ് ചെയ്യുക. എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ വീണ്ടും വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.